ഹായ് ഹലോ, രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പോൾ അമ്മോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ കൂടെയൊക്കെ. വളരെ ബുദ്ധിമുട്ടാണ് അമ്മേ, വളരെ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ്. എന്താ ചെയ്യാന്ന് അറിയില്ല. അമ്മ ദാരിദ്ര്യ നിവാരണത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോന്ന്. അപ്പൊ നമുക്ക് ഈ കുറച്ച് ശല്ലേ വാട്സപ്പിൽ കൂടെ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആളുകൾ ഭൂമിയിൽ ഒരുപാട് ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലേ. ബുദ്ധിമുട്ട് മുഴുവൻ പുറത്ത് പറയാത്തവരും ഉണ്ടല്ലേ. ഉള്ളിലൊതുക്കി സങ്കടം ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് കൂടുതൽ. അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാട്ടോ. നമ്മളുടെ എന്താ പറയുക, ശിവഭഗവാൻ, അതായത് ലോകപിതാവായ സദാശിവനാണ് അദ്ദേഹം അല്ലേ. ഈ ഒരു ശ്ലോകം, അദ്ദേഹത്തിന്റെ ശ്ലോകമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോണത്. ആ ശ്ലോകം ജപിക്കുന്നതിലൂടെ നമ്മളെ മഹാദേവന്റെ സഹായം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചേരും. അതായത് നമ്മളെ ദാരിദ്ര്യ വിമോചനത്തിനായിട്ട് നമ്മൾ ജപിക്കേണ്ട ശ്ലോകം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ആ ശ്ലോകം പറയുന്നതിന്റെ മുന്നേ ഈ ശ്ലോകം ജപിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ ഈ ദാരിദ്ര്യ വിമോചനം ഉണ്ടാവുക എന്ന് ചിലവർക്കൊരു ചോദ്യം ഉണ്ടാവൂലേ. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് പണ്ട് നടന്നൊരു കഥ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു തരാം. അപ്പൊ ആ കഥ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം എത്രണ്ട് ക്ഷിപ്രപ്രസാദിയാണ്, അദ്ദേഹം എത്രണ്ട് കരുണാനിധിയാണ്. നമ്മളെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ലോക പിതാവാണ്. നമ്മളെല്ലാം അദ്ദേഹത്തിന്റെ മക്കളാണ് അല്ലെ. മക്കള് അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞ് ശ്ലോകം ചൊല്ലി അദ്ദേഹത്തിന്റെ കാര്യത്തിലൊന്ന് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മളെ കൈവിടാൻ പറ്റില്ല മക്കളെ. വിശ്വാസത്തോടു കൂടി ചെയ്യണം. ചിലവര് പറയണ്ടേ എന്താ വയസ്സായ തള്ളേ ഉണ്ടായിരുന്നോളൂ എന്നൊക്കെ എന്നോട് പറയാണ്. അവർക്കൊന്നും വിശ്വാസമില്ല എന്താണ് മക്കളെ. നമ്മളെ പ്രായം എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെറുപ്പം കുട്ടികളായിരിക്കും അങ്ങനെ പറയേണ്ടത്. നമ്മളെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ജീവിതം എന്താന്ന് മനസ്സിലായി അല്ലേ. ഭൂമിയിൽ തന്നെയാണ് സുഖവും ദുഃഖവും ദാരിദ്ര്യവും സ്വർഗവും നരകവും ഒക്കെ നമ്മളെ ഭൂമിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയവരാണ് നമ്മളെ അമ്മമാരല്ലേ. അപ്പൊ നമുക്ക് എന്താണോ ഒരു പ്രതിവിധി, നമ്മൾ വിളക്കും ഒക്കെ കാണുന്നിടത്ത് പോയി കൈകൂപ്പുന്നവരാണ് നമ്മളെ അമ്മമാരല്ലേ. അപ്പോൾ ഇത് നമ്മൾക്ക് മഹാദേവന്റെ മുന്നിൽ പോയി നിന്ന് നമുക്ക് സങ്കടം പറയാൻ അമ്പലങ്ങളിൽ എത്തിയില്ല എന്ന് വരും. പറ്റിച്ചാൽ അമ്പലത്തിൽ പോയിട്ട് ചെല്ലേണ്ട ശ്ലോകമാണ് അത്. 4 വരിയേ ഉള്ളൂ. നമുക്കൊരു 3 മിനിറ്റിനില്ല, അത് 1 മിനിറ്റിനേ ഉള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ നാമം ജപിച്ചാൽ ഇത്രയും പുണ്യം കിട്ടും, നമ്മൾ ഇത്രയും എന്താ പറയാ ധനികനാവും എന്നൊക്കെ നമ്മൾ പറയാൻ കാരണം വെച്ചാൽ ഞാനതൊരു കഥ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്ലോകവും പറഞ്ഞു തരാം. കൈലാസപർവ്വതത്തിന്റെ താഴ്വരയിൽ കൗശികൻ എന്ന പേരുള്ള ഒരു ദരിദ്ര ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. കൗശികൻ വലിയൊരു ശിവഭക്തനായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം വളരെ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹം. ആഹാരത്തിനും കഷ്ടപ്പെടുന്നുണ്ട്. ഭാര്യയും മക്കളൊക്കെ ആഹാരത്തിന് വല്ലാതെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം ഉണ്ടായിരുന്നു, അദ്ദേഹം നിഷ്കളങ്കമായ ഭക്തി ഉണ്ടായിരുന്നു. അതായത് അയാൾ എന്നും എന്ത് ചെയ്യുന്ന തൊട്ടടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് 2 നേരം ധ്യാനിക്കും, പ്രാർത്ഥിക്കും ഒക്കെ അങ്ങനെ ചെയ്യും അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് വിഷമം നിറഞ്ഞ ജീവിതം തന്നെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആ ഒരു ദിവസം ഇങ്ങനെ അവിടെ അമ്പലത്തിന്റെ അടുത്ത് ആലിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അതേന വയസ്സായ ഒരു സന്യാസി വരുന്നത്. അപ്പൊ സന്യാസിയോട് അദ്ദേഹം എന്ത് ചെയ്തു കൗശികൻ അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ അത്രയും സന്യാസിയെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പൊ സന്യാസി എന്ത് ചെയ്തു, കൗശികൻ ഒരു മന്ത്രോപദേശം കൊടുത്തതാണത്. എല്ലാം കേട്ട ശേഷം സന്യാസി എന്താ കൗശികനോട് പറഞ്ഞതെന്ന് അറിയോ? ക്ഷിപ്രപ്രസാദിയായ മഹാദേവനെ പ്രീതിപ്പെടുത്താൻ ഒരു ഉത്തമ മാർഗമുണ്ട് എന്നാണ് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം എന്നും മഹാദേവ ക്ഷേത്രത്തിൽ 2 നേരം പോണ ആളാണല്ലോ. അപ്പൊ അതെന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതിപ്പോ എന്താ പറയുന്നത്, മറ്റൊന്ന് നല്ല ഭയവും ദുരിതവും ഒക്കെ അകറ്റാൻ ഏറ്റവും നല്ല ശ്ലോകം ഭക്തിയോടെ ജപിക്കുക എന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മന്ത്രം ദിവസവും 41 തവണ ഭക്തിയോടെ ജപിക്കാനാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാകുമ്പോ 41 തവണ ഒരു ദിവസം അങ്ങനെ ജപിക്കാനുള്ളതാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയോ നമ്മുടെ കൗശികൻ? അന്ന് മുതലേ വിശപ്പും ദാഹവും ഒക്കെ മറന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ക്ഷേത്രത്തിലെത്തി ഈ ശ്ലോകം ഇങ്ങനെ ജപിക്കാൻ തുടങ്ങി. ഓരോ ജപത്തിലും ഭഗവാനിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം അങ്ങനെ വർദ്ധിച്ച് വരികയാണ്. ഓരോ ദിവസം ചെല്ലും തോറും ചിന്തയും എല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് പറ്റുപോയി അദ്ദേഹത്തിന് ഭക്തി മാത്രമായി. അങ്ങനെ കൗശികൻ 41ാമത്തെ ദിവസം കഴിഞ്ഞു പോയതൊന്നും അറിയണില്ല. അങ്ങനെ 41ാമത്തെ ദിവസം 41ാമത്തെ ശ്ലോകം ജപിച്ച് ഇങ്ങനെ പൂർത്തിയാക്കിയ അതേ നിമിഷം എന്താ ഉണ്ടായി, അവിടെ ഒരു പ്രത്യേകത ഉണ്ടായി കേട്ടോ. ആ ശിവക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലെ ഒരു ദിവ്യപ്രകാശം നിറയുകയാണ്. അപ്പോൾ അത് ആരായിരുന്നു എന്നറിയോ? സാക്ഷാൽ മഹാദേവൻ കൗശികന് ദർശനം നൽകുകയാണ്. ഭഗവാൻ ഭാവത്തിൽ പുഞ്ചിരിയോടുകൂടി എന്താ നമ്മളെ കൗശികനോട് ചോദിച്ചെന്നറിയോ? ഭക്ത, നിന്റെ അചഞ്ചലമായ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായി, നിനക്ക് എന്ത് വരാണ് ഞാൻ തരേണ്ടതെന്നാ ചോദിക്കുന്നത്.
അപ്പൊ അദ്ദേഹം കണ്ണു നിറഞ്ഞുകൊണ്ട് പറയാണ്, ഒന്നും വേണ്ട ഭഗവാനെ, എനിക്ക് ഈ ദർശനം തന്നെ ഒരുപാട് വിലപ്പെട്ടതാണ് കേട്ടോ, എനിക്കിനി ധനം ഒന്നും വേണ്ട ഭഗവാനെ എന്ന് പറയാണ് കൗശികൻ. ഭഗവാനെ കണ്ടല്ലോ ഞാൻ നേരിട്ടിട്ട്, ഇത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ധനം എന്ന് പറയും. പക്ഷേ ഭഗവാൻ വിട്ടില്ല, അങ്ങനെ പറയരുത്, എന്തെങ്കിലും ഒന്ന് ചോദിച്ചോളൂ. അപ്പൊ അദ്ദേഹം നിറകണ്ണുകളോടെ പറയാണ്, എന്റെ കുടുംബത്തിന്റെയും എന്റെയും ദാരിദ്ര്യം മാറ്റി എനിക്ക് നല്ല സമാധാനത്തോടു കൂടി ജീവിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ എന്നുള്ളതാണ്. അപ്പൊ മഹാദേവൻ കൗശികനെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം അനുഗ്രഹിച്ച നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യമൊക്കെ നീങ്ങി എന്നുള്ളതാണ്. ഈ ജീവിതത്തിൽ ഭയപ്പെടേണ്ടി വരില്ല കണക്ക് ഇനി ജന്മം മുഴുവനേ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അപ്രത്യക്ഷനായത്. ആ നിമിഷം മുതൽ നമ്മളെ കൗശികന്റെ വീട്ടിലെ ഐശ്വര്യവും ധനവും ഒക്കെ വർദ്ധിച്ചു വന്നു. അപ്പോ ഈ മന്ത്രത്തിന്റെ ശക്തി കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സദാ സന്തോഷവാനായിട്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞത്. അപ്പൊ നമ്മള് വ്രതശുദ്ധിയോടുകൂടി കുളിച്ചിട്ട് തറയിൽ ഇരുന്നിട്ട് വേണം ഈ ശ്ലോകം ചൊല്ലാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്ഷിപ്രപ്രസാദിയായ ശിവഭഗവാൻ നമുക്ക് നമ്മളെ എല്ലാ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ തീർത്തു തരും. കാരണം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ജീവിക്കുമ്പോൾ തന്നെയുള്ള മരണമാണ് എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് നാളേക്ക് ഒരു ചിന്ത വന്ന് ഉറക്കം പോലും നമ്മളെ നഷ്ടപ്പെടും ഇല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മൾ സമാധാനത്തോടു കൂടി ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ ശിവന്റെ ശ്ലോകം ചൊല്ലിക്കോളൂ, ശിവഭഗവാന്റെ. അപ്പൊ നമ്മൾ തറയിൽ ഇരുന്ന് ചെല്ലുക, വിളക്ക് വെച്ച കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് ചെല്ലാൻ പറ്റിച്ചാൽ ഒരു മിനിറ്റിനേ ഉള്ളൂ, 4 പേര് ശ്ലോകമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി ചെല്ലാൻ പറ്റിച്ചാൽ അങ്ങനെ ചെയ്തോളൂ, വീട്ടിലിരുന്ന് ചെല്ലേണ്ടവർക്ക് അങ്ങനെ ചെയ്തോളൂ. എങ്കിൽ നമുക്ക് ദാരിദ്ര്യ നിവാരണത്തിന് വേണ്ടി കൂട്ടിയുള്ളതാണ് കേട്ടോ, മനസ്സമാധാനത്തിനും. അപ്പൊ അത് വേറൊന്നല്ല, എല്ലാവർക്കും അറിയാൻ തന്നെയാണ്. അപ്പൊ അതെന്താണെന്നറിയോ? ശിവം ശിവതരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേകാരം സദാശിവം. ഇത്രയേ ഉള്ളൂ ഈ ശ്ലോകം. അപ്പൊ നിങ്ങൾ അമ്പലത്തിൽ ചെന്ന് കൈകൂപ്പിയിട്ട് ഭഗവാനോട് ഇത് പ്രാർത്ഥിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ശ്ലോകം കൂടി ചൊല്ലിക്കോളൂ. നമ്മളെ ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്. അദ്ദേഹം നമ്മളുടെ ദാരിദ്ര്യ നിവാരണത്തിന് എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല, ഉറപ്പാണ്. അപ്പോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് എങ്ങനെ ചെല്ലണ്ടേ? 41 ദിവസം 41 തവണ, ഒരു ദിവസം 41 തവണ ചെല്ലണം കേട്ടോ. അങ്ങനെ 41 ദിവസം നിങ്ങൾ മുടങ്ങാതെ ചെയ്യണം, എങ്കിലാണ് നമ്മൾ വിചാരിച്ച ഫലം നമുക്ക് കിട്ടുള്ളൂ. അപ്പോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ ഇനി എന്താ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.